UN സെക്യൂരിറ്റി കൗൺസിൽ പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ലോകം മുഴുവൻ സമാധാനം ഉറപ്പാക്കേണ്ടതിന് അത്തരം നീക്കങ്ങൾ അനിവാര്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളിൽ ഊന്നിയ സമാധാന ശ്രമങ്ങൾക്കാണ് UN പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Despite all the hurdles, the United Nations is acting to give life to our shared values, and we won't give up. We are pushing for peace, just and sustainable peace rooted in international law, peace that addresses root causes, peace that endures beyond the signing of an agreement. We are pressing to reform and strengthen the Security Council, the only body with a charter-mandated authority to act on peace and security on behalf of every country. The law of power is prevailing over the power of law. International law is trampled. Cooperation is eroding. And multilateral institutions are under assault on many fronts. When perilous actions do not meet adequate reaction, the system destabilizes. And impunity is driving today's conflicts, fueling escalation, widening mistrust, and kicking the doors open for powerful spoilers to enter from every direction. പല രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നൽകേണ്ട തുകകൾ ലഭ്യമാക്കുന്നില്ല. ഇത്തരം നീക്കങ്ങൾ മാനവിക ആവശ്യങ്ങളിലെ ഇടപെടലുകളെ ദുർബലപ്പെടുത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന മുന്നറിയിപ്പിന്റെ സൂചനയായി അന്റോണിയോ ഗുട്ടറസിന്റെ നിലപാടുകളെ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആ വാക്കുകളിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പ്രധാനപ്പെട്ട കാര്യമാണ് UN സെക്രട്ടറി ജനറൽ മുന്നോട്ട് വെക്കുന്നത്. അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ പരിഷ്കരിക്കേണ്ടത് അനിവാര്യം എന്ന് സെക്രട്ടറി ജനറൽ ഊന്നി പറയുന്നു. അതേപോലെ തന്നെ പല രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നൽകേണ്ട തുകകൾ നൽകുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുവല്ലോ. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും, അന്റോണിയോ ഗുട്ടറസിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക ചെയ്യുന്ന ചില ഇടപെടലുകളെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. രണ്ട് വിമർശനങ്ങളും അല്ലെങ്കിൽ രണ്ട് ഘട്ടത്തിൽ നടന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലെ പ്രതികരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായും അമേരിക്കക്കെതിരായ ഒരു നിലപാട് തന്നെ എന്നാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്ക ഫണ്ടിങ് എന്നതിൽ നിന്നും പിന്മാറുന്ന, അതായത് UN ഫണ്ടിങ്ങുകളിൽ നിന്നും പല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഫണ്ട് നൽകുന്നതിൽ നിന്നും പിന്മാറുന്ന ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സമാനമായ നിലപാട് മറ്റു ചില രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടപ്പിലായിരുന്നില്ല. പക്ഷേ അമേരിക്ക അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗൗരവമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ UN-നെ ലഭ്യമാകേണ്ട ഫണ്ടുകൾ ലഭ്യമാകാതാകുമ്പോൾ ഈ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള മേഖലകളിൽ മേഖലയിലെ ഇടപെടലുകളെ എല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുകയും അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾക്കപ്പുറം ശക്തിയുടെ നിയമങ്ങൾ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാവുന്നതാണ്, വെനസ്വേലയിലെ ഇടപെടലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ നിലപാടുകളുടെ ഒരു പ്രതികരണമാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രതികരണമായാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അതായത് അന്താരാഷ്ട്ര നിയമങ്ങളിലൂന്നിയ ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഒരു സമാധാന നീക്കമായിരിക്കും ഊന്നൽ നൽകുക UN എന്നാണ് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തത്. അത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്നും ഒട്ടും പുറകോട്ട് പോകില്ല. മാത്രമല്ല, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതം പലതവണ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഭാരതം അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ നിരവധി തവണ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു വിഷയത്തിലെ കൃത്യമായൊരു മറുപടി കൂടിയായി അദ്ദേഹത്തിന്റെ പ്രതികരണം മാറുന്നത്. UN സെക്യൂരിറ്റി കൗൺസിൽ പരിഷ്കരിക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം UN സെക്യൂരിറ്റി കൗൺസിലിലെ 5 സ്ഥിരാംഗങ്ങൾക്കുള്ള വീറ്റോ പവറുകളും അവരുടെ നിയന്ത്രണത്തിൽ UN തന്നെ പോകുന്ന ഒരു സാഹചര്യം 50 വർഷത്തോളം മുമ്പ് UN സ്ഥാപിതമാകുമ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രായോഗികമാക്കുന്നതിനും യാഥാർത്ഥ്യമാക്കുന്നതിനും പ്രതിസന്ധികൾ നേരിടുന്നുവെന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായി, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് കൃത്യമായി അംഗരാജ്യങ്ങൾക്ക് വിശദീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ, യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.
വിനോദ്. തീർച്ചയായും UN സെക്യൂരിറ്റി കൗൺസിൽ പരിഷ്കരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് UN സെക്രട്ടറി ജനറൽ മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.